ഹലോ, ഞാനിതാ ഇപ്പോൾ ഷെയർ ചെയ്യുന്ന റെസിപ്പി എന്ന് പറയുന്നത് ചില്ലി മയണൈസാണ്. ചില്ലി മയണൈസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടല്ലോ, ഒരു സ്റ്റാർട്ടർ ചിക്കൻ ഡൈനാമേറ്റ്. ആ ചിക്കൻ ഡൈനാമേറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ചില്ലി സോസ്, അതാണ് ഞാനിപ്പോൾ കാണിക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത്. ഞാനപ്പോൾ ആദ്യം ഒരു മുട്ടയെടുത്ത് പൊട്ടിച്ച് ഒഴിച്ചു. അതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ടു. അതിനുശേഷം ഒരു പിഞ്ച് ഷുഗർ ഇട്ടു. പിന്നീട് ഒരു പിഞ്ച് സാൾട്ട് ഇട്ടു. അതിനുശേഷം വളരെ കുറച്ച് പെപ്പർ പൗഡർ ഇട്ടു. അതിനുശേഷം ഒരു 3-4 വറ്റൽ മുളക് അതിലേക്കിട്ടു. പിന്നീട് ഒരു 3 or 4 ഡ്രോപ്സ് വിനീഗർ ഒഴിച്ചു. പിന്നെ ആവശ്യത്തിന് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് ഈ ഒരു സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലിൽ ചെയ്താൽ മാത്രമേ ഇത് റെഡി ആവത്തുള്ളൂ. പിന്നെ ഒരൈറ്റം ഞാൻ മിസ്സായി, ഞാനതെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ടൊമാറ്റോ സോസ് ഇതിലേക്ക് ആഡ് ചെയ്യണം. വളരെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ സോസും കൂടി ഞാനിപ്പോൾ ആഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഡൈനാമേറ്റിലേക്ക് വേണ്ട ആ ഒരു സോസാണ് ഞാൻ റെഡിയാക്കുന്നത്. കാര്യം വെച്ചാൽ ഈ ഒരു സോസ് ഉണ്ടാക്കി അതുപോലെ തന്നെ ചിക്കൻ പോപ്സും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരുമിച്ച് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുന്നതാണല്ലോ ചിക്കൻ ഡൈനാമേറ്റ് എന്ന് പറയുന്നത്. അപ്പം കടകളിലൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറാണത്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം ചിക്കൻ ഡൈനാമേറ്റിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ വളരെ ഈ ഒരു മയണൈസ് കണ്ടുപിടിച്ചതിൽ പിന്നെ, അതായത് ഈ ഒരു മയണൈസ് കഴിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് മറ്റേ നമ്മുടെ വൈറ്റ് പ്ലെയിൻ മയണൈസില്ലേ, അതിനോട് തീരെ താല്പര്യം ഇല്ലാണ്ടായി. ഇപ്പോൾ വീട്ടിൽ മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഞാൻ ഈ ഒരു മയണൈസ്, അതായത് ഈ വറ്റൽമുളകും അതുപോലെ തന്നെ ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് ഉള്ള ഈ ഒരു മയണൈസാണ് ഞാൻ അടിക്കാറുള്ളത്. കാര്യം വെച്ചാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പിടിച്ചാൽ പിന്നെ നമുക്ക് ആ പ്ലെയിൻ മയണൈസ് കഴിക്കാനായിട്ട് വലിയ താല്പര്യം തോന്നില്ല. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തു. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു. ഇപ്പോൾ ഒരു അടിപൊളി ചില്ലി മയണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു കുറച്ചും കൂടി തിക്കായിട്ടിരിക്കണം എങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കണം എന്നൊക്കെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനിത് ഒരു മുട്ടയ്ക്കുള്ളത് ഞാൻ ചെയ്തെടുത്തത്. ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, എന്നാൽ അത് ഓവറാക്കാൻ പറ്റാതെ ഒരു സാധാ രീതിയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണല്ലോ. അങ്ങനെ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് ഞാൻ എൻ്റെ മയോണൈസ് റെഡിയാക്കി സെറ്റാക്കി എടുത്തു. അതൊരു ബൗളിലേക്ക് ഞാൻ സെർവ് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് വീഡിയോ ഞാനിപ്പം ഒരു സംഭവത്തിൽ ചാരി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ അലങ്കോലപ്പെട്ടൊക്കെ നിൽക്കുന്നത്. അപ്പോൾ എന്താണേലും ഞാൻ ബൗളിലേക്ക് എൻ്റെ ചില്ലി മയണൈസ് സെർവ് ചെയ്തു, അല്ലെങ്കിൽ ഡൈനാമേറ്റ് സോസ് ഞാൻ സെർവ് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ചില്ലി മയണൈസ് റെസിപ്പി എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റിയാണ്, വളരെ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.